അള്ളാഹുവെ രക്ഷിക്കണേ, മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേ, ഇതിലേതാ അള്ളാഹ്ക്ക് ഇഷ്ടം? മൂപ്പര് പറയാം അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമല്ല. കൂട്ടത്തിൽ നബിയും ബദരീങ്ങളും മറ്റോലൊക്കെ വിളിക്കുകയാണെങ്കിൽ വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ഓതി ന്യായീകരിച്ച് ദുർവ്യാഖ്യാനിക്കുന്ന ഭാഗങ്ങൾ കേട്ടോളൂ. അള്ളാഹുവെ രക്ഷിക്കണേ, മൊയ്തീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ഇതിലേതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം, ഏറ്റവും ഇഷ്ടം? രണ്ടും അള്ളാഹ്ക്ക് ഭയങ്കര പൊരുത്ത, രണ്ടും ഇഷ്ടം. അതുകൊണ്ടാണല്ലോ അള്ളാഹു എന്താ കുത്തിട്ട് ഇങ്ങനെ, അതുകൊണ്ടാണല്ലോ അള്ളാഹു തആല ഇന്നമാ വലിയക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനൂ എന്ന് പറഞ്ഞത്. എന്നോട് ചോദിക്കണു എനിക്ക് ഇഷ്ടമാണ്, റസൂലിനോട് ചോദിക്കണു എനിക്ക് ഇഷ്ടമാണ്, ഔലിയാക്കളോട് ചോദിക്കണു എനിക്ക് ഇഷ്ടമാണ് എന്നുള്ള പറയാൻ കാരണം അതാണല്ലോ. അപ്പോ ഇങ്ങനെയൊക്കെ ചോദിക്കൽ ഇഷ്ടമായതുകൊണ്ടാണ് അള്ളത് മൂന്നും പറഞ്ഞത്. അതേ സമയത്ത് മുജാഹിദിന് ഈ പറയണ ഈ അള്ളാഹിനോട് മാത്രം ചോദിക്കാന്നുള്ള പരിപാടിയല്ല, അത് അള്ളാഹ്ക്ക് ഏതായാലും ഇഷ്ടമല്ല. കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ റസൂലുഹു വല്ലദീന ആമനൂ എന്ന് പറഞ്ഞ ആയത്ത് എന്താ ചെയ്യാ? അപ്പൊ ആ ആയത്തിന് അപ്പൊ ഖുർആൻ മുഴുവൻ സ്വീകരിക്കണോ? ഖുർആൻ മുഴുവൻ സ്വീകരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ അള്ളാഹുവിനോടും ചോദിക്കണം, റസൂലിനോടും ചോദിക്കണം, ഔലിയാക്കളോടും ചോദിക്കണം. നേരത്തെ പറഞ്ഞ വിശദീകരണം ഇതിനോട് ചേർത്തി വായിക്കണം. അള്ളാഹിനോട് ചോദിക്കുന്ന ഒരു രൂപത്തിലാണ്, അമ്പിയാക്കൾ ഔലിയാക്കളോട് ചോദിക്കുന്ന വേറെ രൂപത്തിലാണ്. ചോദ്യകർത്താക്കൾ മൈക്ക് അവിടെ ഓഫ് ചെയ്യണം, അതുകൊണ്ടാണ് ഇത് വിസിലടിക്കണം. അപ്പോ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരർത്ഥത്തിലാണ്, അതുപോലെ റസൂലിനോടും ഔലിയാക്കളോടും ചോദിക്കുന്ന വേറെ അർത്ഥത്തിലാണ്. ആ വിശദീകരണം മറക്കാൻ പാടില്ല. ഏതായിരുന്നാലും ഖുർആൻ മുഴുവനും സ്വീകരിക്കുന്നവരാണോ അവരെന്ത് ചെയ്യും? അവർ സുന്നികളെ മാതിരി അള്ളാഹിനോടും ചോദിക്കും, റസൂലിനോടും ചോദിക്കും, മുഹയ്യദ്ദീൻ ഷേഖിനോടും ചോദിക്കും, ഔലിയാക്കളോടും ചോദിക്കും. ഖുർആൻ കുറച്ച് ഒരു തുണ്ട് മാത്രം സ്വീകരിക്കുന്നവരാണോ ഓർ അള്ളാഹിനോട് മാത്രം ചോദിച്ചിട്ട് ഓ റസൂലുഹു വല്ലദീന ആമനല്ലദീന യുഖീമൂന സ്വലാത്ത വയൂതൂന സക്കാത്ത വഹും റാകിഊൻ എന്ന ദീർഘമായ ഭാഗം അവര് അവഗണിക്കും. ഉണ്ടോ? അപ്പൊ സഹോദരങ്ങളെ, ഖുർആനിൽ നിന്ന് ഒരു തുണ്ടം എടുക്കുന്നവരാണ് അള്ളാഹിനോട് ചോദിക്കണോല്. അതന്നെ തെറ്റാ. കാരണം ഖുർആനിൽ ഒരു തുണ്ടെടുത്തിട്ട് ചോദിക്കാൻ വേണ്ടി ജനങ്ങളുടെ മുമ്പിൽ പിന്നെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഖുർആനിൽ ഒരു തുണ്ടെടുക്കുന്നത്. ആര്? കാന്തപുര ഉസ്താദ് വസ്അൽമൻ അർസൽനാമിൻ ഖബലിക മിൻ റുസുലിനാ ഓതി അല്ലേ? അതുപോലെ തന്നെ ഇൻകാമല ഖബരി എന്ന ഹദീസ് കഷ്ണമോദി. അതുപോലെ തന്നെ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ റാഇനാ വഖൂലൂ ദുർനാ കഷ്ണമോദി. അപ്പൊ ആയത്ത് മുഴുവൻ ഓതുന്ന മുജാഹിദികളാ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കും.